എല്ലാരും പറഞ്ഞു നല്ല അമ്മായിയമ്മയാ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് എന്റെ മമ്മീനത് ഈ അവസ്ഥയായിട്ടോ മമ്മിക്ക്. ഇതെന്നാ മമ്മി സംഭവം അത്? ഇന്നലെ രാത്രി കുളിച്ചോണ്ടിരുന്ന മമ്മിയാണ് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞ് എനിക്ക് ഇവിടെ വേദനയാ, ഭയങ്കര വേദനയാന്നും പറഞ്ഞോണ്ട് ആശുപത്രി വന്ന് അഡ്മിറ്റ് ആയി. അല്ലേ മമ്മി? ഈ സമയത്തല്ലേ? എങ്ങനെ ഈ സമയത്താണ്. എന്താ സംഭവം? ഇത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടെല്ലിൻ്റെ ഇടയിൽ ഞരമ്പ് കയറി വലിഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണേലും വെയിറ്റ് ഇട്ട് കിടക്കാൻ പറഞ്ഞു 3 ദിവസം. അതിനുശേഷം ശരിയായില്ലെങ്കിൽ 1 മാസത്തെ ബെഡ് റെസ്റ്റ് ആണ് കേട്ടോ മമ്മിക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. പെട്ടെന്നായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കേട്ടോ. മമ്മി കപ്പിൽ വെള്ളം എടുത്താണ്. കുഞ്ഞുഞ്ഞി അമ്മമ്മ എൻ്റെ കുഞ്ഞുഞ്ഞി, അമ്മമ്മ എൻ്റെ കുഞ്ഞുഞ്ഞിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരിയായിരുന്നു അമ്മമ്മ. അമ്മമ്മ ആശുപത്രിയിലാ കുഞ്ഞു. എന്ത് ചെയ്യും നമ്മള്? ഞാനും കുഞ്ഞും രാവിലെ ഒരു ചായയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കുവാണ് കേട്ടോ. ഡാഡ എന്ത് ഡാഡ ജിമ്മിൽ പോയിട്ടോ. അമ്മമ്മ എൻ്റെ കുഞ്ഞു, അമ്മമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഇപ്പം ഇവളെ വെച്ചുകൊണ്ട് പണി ചെയ്തൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടെ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും മാറി മാറി ഹാൻഡിൽ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ജോലി നടക്കുക അല്ലെ ഭയങ്കര പാടാ. അല്ലേ അല്ലേ അല്ലേടാ? രാവിലെ എണീറ്റ് പാടെ ഇവിടെ ഒരിക്കലും എന്താണെങ്കിലും നിലത്തിരിക്കത്തില്ല കേട്ടോ. അവൾക്ക് നിലത്തിരിക്കാൻ ഇഷ്ടമല്ല. അവളെ എപ്പോഴും എടുത്തോണ്ട് നടക്കണം. രാവിലെ എണീറ്റ് പാടെ എന്താണേലും അവളെ ഒറ്റയ്ക്ക് ഇരുത്തി കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരിക്കും. ഇപ്പം അതേ കുഞ്ഞുഞ്ഞിയെ നമ്മളൊരു സ്പൂണും ഒരു പാത്രമൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ട് നമ്മളതേ മഷ്റൂം കറി വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. മഷ്റൂം കറി വയ്ക്കാനുള്ള പരിപാടിയാണ്. ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞുഞ്ഞിക്ക് കുറുക്ക് കൊടുത്തു, അവളെ കുളിപ്പിച്ചു. പിന്നെ എന്നാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ മഷ്റൂമാണ് ഇന്നത്തെ കറി. കുഞ്ഞുഞ്ഞി മമ്മി ഇല്ലാത്തത് കൊണ്ട് ശരിക്കും എനിക്ക് നല്ല പാടാണ് കേട്ടോ. ഞാനും മമ്മിയും ശരിക്കും ഒരു കരാറടിസ്ഥാനത്തിലായിരുന്നു എല്ലാ പണിയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ മമ്മി ഇല്ലാത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, മമ്മി കുറേ ദിവസം ഇനി 2-3 ദിവസം എന്താണേലും അഡ്മിറ്റ് ആയിരിക്കും. അപ്പോൾ മമ്മി ഇല്ലാത്തതിൻ്റെ ആ ഒരു എംറ്റിനെസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എടി പെണ്ണെ, നീ ഇങ്ങനെ എന്നെ പിടിച്ച് തൂങ്ങിക്കിടന്ന ഞാൻ എങ്ങനെയാണ് എൻ്റെ പണി ചെയ്യണേ? അവളാണ് എൻ്റെ ഉടുപ്പേന്ന് വിടുന്നേ ഇല്ല. അവൾക്ക് ഉറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അതാണ് അവൾ ബഹളം വയ്ക്കുന്നത്. ഇനിയിപ്പോൾ അവളെ ഉറക്കിയിട്ടാണല്ലോ ഈ ഒരു മഷ്റൂം നമുക്ക് സെറ്റാക്കണം. എങ്ങനെയാലും ഇച്ചിരി മസാല ഉപ്പൊക്കെ ഇട്ടേ ഇച്ചിരി മെഴുക്കുവരട്ടി പോലെ വയ്ക്കാം. എന്നപ്പാ എന്നാടാ എന്നെ തേടി പിടിച്ച് വരുവാണല്ലോ. ഞാൻ തവി കള എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാം. വാ പാളേക്കാളും വലിയൊരു തവിയൊക്കെ ആയിട്ട് എൻ്റെ കൊച്ചുതേ വരുന്നേ. ഇപ്പം കിച്ചാൻഡി കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ. കിച്ചാൻഡി വരുമ്പോൾ എനിക്കൊരു ആശ്വാസമാവും. അവളെ ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കുറേ തുണി വിരിക്കാൻ കിടപ്പുണ്ടോ. അമ്മമ്മ എൻ്റെ മോനെ, അമ്മമ്മ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ അമ്മമ്മ ആശുപത്രി ആയിപ്പോയല്ലോ. കുഞ്ഞുഞ്ഞിയുടെ വലിയ കൂട്ടുകാരിയാണ് അമ്മമ്മ. ഇന്നലെ അമ്മമ്മയെ ആശുപത്രി കാണാൻ പോയപ്പോൾ ഒന്ന് കാണണമായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കര സന്തോഷമായിപ്പോൾ. ഇന്നലെ മിനിഞ്ഞാന്നാണ് മമ്മി അഡ്മിറ്റ് ആയത്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ കാണാൻ പോയപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഒത്തിരി നേരം കൂടി കാണുന്നല്ലേ. അപ്പോൾ അവൾ ആശുപത്രിയൊക്കെ നോക്കൂ. ഇത് എവിടെയാ, എന്താ അമ്മമ്മയ്ക്ക് പറ്റിയെന്നൊക്കെ അല്ലേ. എന്നാൽ പോയി കിടന്ന് ഉറങ്ങിക്കൂടാ മാഡം? ഇത് വെച്ച് എനിക്കിട്ട് ചിലപ്പം കിട്ടും കേട്ടോ, നോക്കി എന്നില്ലെങ്കിൽ. ഏടി പെണ്ണ് നിടിച്ചൊക്കെ മഞ്ഞൊന്നും പറഞ്ഞോണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് പെണ്ണ് കളിച്ചോണ്ടിരിക്കുവാണോ? ഏടി കളിപ്പെണ്ണ്, ഏത് കളിപ്പേ? ആ ഇവിടെ കയറി കിടക്കട്ടാ. ഒരാളിപ്പോൾ ഉണ്ടല്ലോ തനിയെ കട്ടിലേന്ന് ഇറങ്ങി പോട്ടോ. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഇത് കണ്ടോ, പുള്ളിക്കാരത്തിലെ തന്നെ ഇറങ്ങിപ്പോണ കണ്ടോ. അപ്പം നമ്മളതേ കൂൺ മെഴുക്കുവരട്ടി ഉണ്ടാക്കി. കൊച്ചുറങ്ങി കേട്ടോ. കൊച്ചുറങ്ങിയ സമയം കൊണ്ട് നമ്മൾ കൂൺ മെഴുക്കുവരട്ടി ഉണ്ടാക്കി. അപ്പോൾ അതേ ഉച്ചയ്ക്ക് ഉണ്ണാറായപ്പോഴത്തേ ഒരാളെന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. കിച്ചാമണി IPS. ഇപ്പോൾ കിച്ചാമണിയെ കുട്ടി ഒരു ചെമ്മീൻ ചമ്മന്തി അരയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കിച്ചാമണി ഇത് 2 മണിയായിട്ടോ, നമുക്ക് ചോറുന്നുണ്ടേ. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് തന്നു കേട്ടോ കിച്ചാമണി. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചാമണി ഒരു ഹെൽപ്പാണ് കേട്ടോ അല്ലേ.
ഇന്ന് ഡാഡയാട്ടോ കുഞ്ഞുഞ്ഞിക്ക് ഫുഡ് വാരി കൊടുക്കുന്നത്. കൊച്ചെന്തൊരു ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ആ പ്ലേറ്റിലെ ഫുഡ് മൊത്തം തീർക്കണം കേട്ടോ. ഡാഡയുടെ കഴിവ് പോലെ ഇരിക്കും കേട്ടോ കൊച്ചിന്റെ ഫുഡ് കഴിക്കല്. ആ ഉണ്ട്, കംപ്ലീറ്റ് ആക്കിയാലും ഇല്ലെങ്കിലും അവാർഡുണ്ട്. പക്ഷെ അവാർഡുകൾ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അപ്പനും മോളും ഇവിടെ മൽപ്പിടുത്തത്തിലാന്നല്ലോ ലാസ്റ്റ് സ്കൂൾ. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ കൊടുത്ത ഫുഡെല്ലാം കൊച്ചിനെ തീറ്റിച്ച് കേട്ടോ. എങ്ങനെയാന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു കേട്ടോ, ഇത് കൊച്ചിന്റെ അപ്പനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത് കുളമാക്കോ, കൊച്ചിന്റെ വയറ്റിലേക്ക് എന്തെങ്കിലും ചെല്ലുമോന്നൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ബിലീവ് ചെയ്യണം നമ്മുടെ ഹസ്ബൻഡില് അവരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിക്കും, കൊച്ചിനെ നോക്കുന്നൊക്കെ നമ്മൾ ബിലീവ് ചെയ്തിട്ട് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തേക്കണം കേട്ടോ. എന്നാണ് എന്തേ പിന്നെ നിങ്ങൾക്കൊരു വിചാരമുണ്ട് ഇത് വലിയ ആനക്കാരിയാണ്, ഞാൻ കൊച്ചിനൊന്നും കൊണ്ടു കൊടുക്കണം, ഞാൻ കൊച്ചു ആണോ ഞങ്ങൾ മൊത്തം കഴിച്ചോണ്ട് ഒരു തുള്ളി എന്നെ വെച്ചിട്ടാണ്. എനിക്ക് സംശയം ഉണ്ടോ ആ കാര്യത്തിൽ, കൊച്ചിന്റെ അപ്പനാണോ തിന്ന് തീർത്തിട്ട് ഫിനിഷ് എന്ന് പറഞ്ഞ ഫിനിഷ് ആക്കുന്നത് കണ്ടോ, ഞങ്ങളുടെ കിഴിയെ പോലും ഒന്നുമില്ല. അതെങ്ങനെ സംഭവിച്ചത്? വേറെ കിരിക്കണുണ്ടോ, ബും 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 എന്നാ പാലും കൂടെ എടുത്തു കൊടുക്ക്. പാല് മിക്സ് ചെയ്തിട്ട് പാലും കുടിപ്പിച്ച് കാണിച്ചത്. ഇനി ഇത് വലിയ സംഭവം എന്നും പറഞ്ഞാൽ പുറമാണ്. ഒരു 10 ദിവസം അടുപ്പിച്ച് ചെയ്യണം, എന്നാലേ ഞാനിത് വിശ്വസിക്കുള്ളൂ. നിങ്ങളെ കൊണ്ട് അത് സാധിക്കുന്നു കേട്ടോ. അവാർഡ് കിട്ടാണെന്നല്ലോ. ദേ മമ്മി ഇല്ല, ഞാൻ ആ മൊത്തം നക്ഷത്രം എണ്ണി നിൽക്ക അവിടെ. കൊറേ എണ്ണി ഞാൻ. ഇനി എന്നെ ഒരു കാര്യത്തിന് വിളിച്ചേക്ക്. ഇനി ഒരു ഇപ്പൊ സമയത്തിന് 3:30 ആവാൻ പോവാ. ഇനി രാത്രി വരെ കൊച്ചവിടെ ഇരിക്കും. ആയിക്കോട്ടെ കേട്ടോ. ശരി എന്നാ.